നിങ്ങൾക്കറിയാമോ കണിക്കൊന്ന പൂക്കൾ എങ്ങനെ ഒരു പുണ്യപുഷ്പമായി മാറിയതെന്ന്? അതിന് പിന്നിൽ ഒരു ദിവ്യമായ കഥയുണ്ട്, കേട്ടോളൂ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയെ തേടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാലിയെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഒരു മരത്തിനു പിന്നിൽ ഒളിഞ്ഞു നിന്ന് ബാലിയെ വധിച്ചു. അതിനുശേഷം ആ മരത്തിനെ ആൾക്കാർ പൊന്നമരം എന്ന് പരിഹസിച്ച് വിളിക്കുവാൻ തുടങ്ങി. ഇതിൽ അതീവ ദുഃഖിതനായ ആ മരം സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രത്യക്ഷനായ ഭഗവാൻ പറഞ്ഞു, നിന്റെ പൂർവ്വജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ, യാതൊരു തെറ്റും ചെയ്യാത്ത ഒരുവനെ തെറ്റിദ്ധാരണയുടെ പേരിൽ അപഹസിക്കാൻ ഇടയായി. നീ പശ്ചാത്തപിച്ച് ആ മഹാത്മാവിനോട് മാപ്പും പറയുകയുണ്ടായില്ല. അതിൻ്റെ കർമ്മഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. വിഷമിക്കേണ്ട, കാത്തിരിക്കൂ. നിനക്ക് ഭാവിയിൽ ഒരു പുണ്യസ്ഥാനം തന്നെ ലഭിക്കും. അങ്ങനെ കാലങ്ങൾ കലിയുഗം ആരംഭിച്ചു. പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ എഴുന്നരുളിയിരുന്ന കാലം, ഉണ്ണികൃഷ്ണന് ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ഒരു ബാലനുമായി അടുത്ത സുഹൃത്ബന്ധം ഉണ്ടായിരുന്നു. ഭഗവാനും ബാലനും ചേർന്ന് കളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ സൗഹൃദം ആരും വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരന് തൻ്റെ വിലപ്പെട്ട അരിഞ്ഞാണം സമ്മാനമായി